ലല്ലൂസ് വേൾഡിൻ്റെ ബെസ്റ്റ് ഫോർ യുയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് JS എക്സാമിൽ വരുന്ന ടോപ്പിക്കായ അറ്റ്മോസ്ഫെറിക് ലെയേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് അറ്റ്മോസ്ഫിയറിൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. The word atmosphere is derived from two Greek words, atmos and sphaera. Atmos means vapor or gas and sphaera means ball or globe. The gaseous cover by which our planet Earth is enveloped is known as the atmosphere. Atmosphere is a thick gaseous envelope which surrounds the Earth from all sides and is attached to the Earth's surface by gravitational force. അതായത് അറ്റ്മോസ്ഫിയർ എന്നുള്ള ടേം വന്നിട്ടുള്ളത് രണ്ട് ഗ്രീക്ക് വേർഡ്സിൽ നിന്നാണ്. അതായത് അറ്റ്മോസ് സ്പെയറ എന്ന് പറയുന്ന രണ്ട് ഗ്രീക്ക് വേർഡ്സിൽ നിന്നാണ് ഈ അറ്റ്മോസ്ഫിയർ വന്നിട്ടുള്ളത്. അറ്റ്മോസ് എന്ന് പറയുന്നത് എന്താണ് മീനിങ്? വേപ്പർ അല്ലെങ്കിൽ ഗ്യാസ്. സ്പെയറ എന്ന് പറഞ്ഞാൽ ബോൾ അല്ലെങ്കിൽ ഗ്ലോബ്. അപ്പം ഈ രണ്ടും ചേർന്നിട്ടാണ്, ഈ രണ്ട് ടേംസിൽ നിന്നാണ് അറ്റ്മോസ്ഫിയർ എന്നുള്ള വേർഡ് വന്നിട്ടുള്ളത്. അതുപോലെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഇസ് എ തിക്ക് ഗേഷ്യസ് എൻവലപ്പ് അല്ലേ. അതായത് നമ്മുടെ എർത്തിനെ ചുറ്റിയിരിക്കുന്ന ഒരു ഗേഷ്യസ് ലെയർ അല്ലെങ്കിൽ തിക്കായിട്ടുള്ള ഒരു ഗേഷ്യസ് എൻവലപ്പിനെയാണ് നമ്മൾ ഈ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അതായത് എന്താണ്, ഗ്യാസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഫുൾ അറ്റ്മോസ്ഫിയർ ഈസ് ഫുൾ ഓഫ് ഗ്യാസസ് അല്ലേ. ഗ്യാസ് കൊണ്ട് കവർ ചെയ്തിരിക്കുന്ന ഒരു എൻവലപ്പിനെ തന്നെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. പിന്നെ ഈ അറ്റ്മോസ്ഫിയറിനെ നമ്മുടെ എർത്തിൻ്റെ സർഫസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിന് എർത്തിൻ്റെ സർഫസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. അതുപോലെ ഇറ്റ് ഈസ് എ സിഗ്നിഫിക്കൻറ്റ് കമ്പോണൻറ്റ് ഓഫ് ബയോസ്ഫിയർ. ബയോസ്ഫിയറിൻ്റെ ഒരു പ്രധാനപ്പെട്ട കമ്പോണൻ്റാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? നമ്മുടെ ലൈഫ് എക്സിസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഗ്യാസസും പ്രൊവൈഡ് ചെയ്യുന്നത് ഈ അറ്റ്മോസ്ഫിയറിൽ നിന്നാണ്. നമുക്കറിയാം ഏറ്റവും കൂടുതലുള്ള ഗ്യാസ് എന്ന് പറയുന്നത് നൈട്രജനാണ് അല്ലേ. സെക്കൻഡ് ഓക്സിജൻ. അപ്പോൾ നമ്മുടെ ലൈഫ്, നമ്മുടെ ഈ നമ്മുടെ എർത്തിൽ ലൈഫ് എക്സിസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഗ്യാസസും പ്രൊവൈഡ് ചെയ്യുന്നത് അറ്റ്മോസ്ഫിയർ ആണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ സിഗ്നിഫിക്കൻറ്റ് കമ്പോണൻറ്റ് ഓഫ് ബയോസ്ഫിയർ. ആൻഡ് ദിസ് atmosphere also filters the incoming solar radiations and prevents the harmful UV radiations from reaching the Earth's surface. Of the total mass of atmosphere, 99% is within the height of 32 km from the Earth's surface. അടുത്ത് പറയുന്നത് എന്താണ്? നമ്മുടെ സണ്ണിൽ നിന്ന് വരുന്ന ഹാർംഫുള്ളായിട്ടുള്ള UV റേഡിയേഷൻസ് എർത്ത് സർഫസിൽ വരാണ്ട് അതിനെ ഫിൽട്ടർ ചെയ്ത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അതാണ് അറ്റ്മോസ്ഫിയർ ആണ് അല്ലേ. അപ്പം അതായത് സണ്ണിൽ നിന്ന് വരുന്ന UV റേഡിയേഷൻസിൽ നിന്നെല്ലാം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ അറ്റ്മോസ്ഫിയർ ആണ്. അതുപോലെ നമ്മൾ പറഞ്ഞു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫുൾ ഓഫ് ഗ്യാസസ് അല്ലേ. തിക്കായിട്ടുള്ള ഒരു ഗേഷ്യസ് എൻവലപ്പാണ് ഈ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിൻ്റെ മാസ് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ടോട്ടൽ മാസിൽ 99% എന്ന് പറയുന്നത് നമ്മുടെ എർത്ത് സർഫസിൽ നിന്ന് 32 കിലോമീറ്റർ ഹൈറ്റ് വരെയുള്ളതാണ്. അതായത് 99%ഉം അതായത് നമ്മുടെ എർത്ത് സർഫസിൽ നിന്ന് 32 കിലോമീറ്റർ വരെ എന്നാണ് പറയുന്നത്. ഓഫ് ദ ടോട്ടൽ മാസ് ഓഫ് അറ്റ്മോസ്ഫിയർ 99% ഈസ് വിത്തിൻ ദ ഹൈറ്റ് ഓഫ് 32 കിലോമീറ്റർ ഫ്രം ദ എർത്ത് സർഫസ്. നെക്സ്റ്റ് സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ നോക്കാം. നമ്മൾ അറ്റ്മോസ്ഫിയറിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ അറ്റ്മോസ്ഫെറിക് ലെയേഴ്സിനെ നമ്മൾ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. First, based on vertical variation in temperature. Second one, based on composition. First one, based on vertical variation in temperature. Next, based on composition. ഈ വെർട്ടിക്കൽ വേരിയേഷൻ, ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻ അനുസരിച്ച് നമ്മൾ അറ്റ്മോസ്ഫിയറിനെ 5 ലെയേഴ്സായിട്ട് തിരിച്ചിട്ടുണ്ട്. 5 ലെയേഴ്സ്. അപ്പം ടെമ്പറേച്ചർ വേരിയേഷൻ അനുസരിച്ച് നമ്മൾ അറ്റ്മോസ്ഫെറിക് ലെയേഴ്സിനെ എത്രയായിട്ട്? 5 ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? First one, Toposphere. Next, Stratosphere. Then third one, Mesosphere. Fourth one, Thermosphere. Then fifth one, Exosphere. നെക്സ്റ്റ് അതുപോലെ കോമ്പോസിഷൻ. ബേസ്ഡ് ഓൺ കോമ്പോസിഷൻ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതാണ് ഒന്ന് ഹോമോസ്ഫിയർ, ദെൻ ഹെറ്ററോസ്ഫിയർ. ഹോമോസ്ഫിയർ ആൻഡ് ഹെറ്ററോസ്ഫിയർ. അപ്പോൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ നോക്കാം. എന്താണ്? ബേസ്ഡ് ഓൺ വെർട്ടിക്കൽ വേരിയേഷൻ ടെമ്പറേച്ചർ. ഇതനുസരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു 5 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. ഒന്നുകൂടെ പറയാം. ടെമ്പറേച്ചർ വേരിയേഷൻ അനുസരിച്ച് 5 ആയിട്ട് നമ്മൾ അറ്റ്മോസ്ഫിയറിൻ്റെ ലെയേഴ്സിനെ തിരിച്ചിട്ടുണ്ട്. ദേ ആർ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. ഫസ്റ്റ് വൺ, ട്രോപ്പോസ്ഫിയർ.
Troposphere contains 70% of the mass of the atmosphere. Troposphere is the first and lowest layer of atmosphere and it is closest to the Earth's surface. അതായത് അറ്റ്മോസ്ഫിയറിൽ 70% മാസം ഏതിലാണ് കാണുന്നത്? ട്രോപ്പോസ്ഫിയറിലാണ്. പിന്നെ ആദ്യത്തെ ലെയറാണ്. അതുപോലെ എന്താണ്? ലോവസ്റ്റ് ലെയർ, ഏറ്റവും താഴത്തെ ലെയറാണ് അല്ലേ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ലെയർ തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ലോവസ്റ്റ് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ ആണ്. ക്ലോസസ്റ്റ് ടു ദ എർത്ത് സർഫസ്, എർത്ത് സർഫസിനോട് ഏറ്റവും അടുത്ത് കാണുന്നതാണ് എന്താണ്? നമ്മുടെ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. And it extends to a height of 8 km near the poles and about 18 km at the equator, thickest at the equator as heat is transported to great heights by strong conventional currents. അതായത് എന്താണ്? നമ്മുടെ എർത്ത് സർഫസിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും പോൾസ് വരെയാണെങ്കിൽ എത്രയാണ്? 8 കിലോമീറ്റർ ഹൈറ്റാണ്. അതുപോലെ ഇക്വേറ്ററിൽ വരുമ്പോഴത്തേക്കും ഒരു 18 കിലോമീറ്ററാണ്. അത് എർത്ത് സർഫസിൽ നിന്നാണ് ഇതിൻ്റെ ഒരു ഹൈറ്റ് അവർ നോക്കുന്നത്. അതാണ് എക്സ്റ്റെൻസ് ടു എ ഹൈറ്റ് ഓഫ് 8 കിലോമീറ്റർ നിയർ ദ പോൾസ് ആൻഡ് അബൌട്ട് 18 കിലോമീറ്റർ അറ്റ് ദ ഇക്വേറ്റർ. അപ്പോൾ ഇതൊരു റേഞ്ചാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലോട്ട് വരുമ്പോൾ 16 കിലോമീറ്റർ എന്ന് ചില ടെക്സ്റ്റിൽ കാണുന്നുണ്ട്. അതുപോലെ 11 കിലോമീറ്റർ ചില ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു ആവറേജ് ആണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു 8-18 വരെയുള്ള ഒരു റേഞ്ച് നോക്കിയാൽ മതി. ദെൻ പറയുന്നത് ഇക്വേറ്ററിലായിരിക്കും ഈ ഒരു ട്രോപ്പോസ്ഫിയർ തിക്കസ്റ്റ് ആയിട്ട്, ഈ ഒരു ലെയറിൻ്റെ തിക്കസ്റ്റ് കാണുന്നത് എവിടെയാണ്? ഇക്വേറ്ററിലാണ്. കാരണം ഇക്വേറ്റർ എപ്പോഴും എന്താണ്? വാമറായിരിക്കും അല്ലേ, നല്ല ചൂടായിരിക്കും ഇക്വേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്? തിക്കസ്റ്റ് അറ്റ് ഇക്വേറ്റർ ഹീറ്റ് ഈസ് ട്രാൻസ്പോർട്ടഡ് ടു ഗ്രേറ്റ് ഹൈറ്റ്സ് ബൈ സ്ട്രോങ് കൺവെൻഷണൽ കറൻസ്. Then temperature in this layer decreases with increase in height at rate of 1 degree Celsius for every 165 meters and this rate of decrease of temperature is called normal lapse rate. അതായത് എന്താ പറയുന്നത്? അടുത്ത നമ്മൾ ഈ ഒരു ലെയർ, അതായത് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? ദ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ വന്നിട്ട് എന്താണ്? ഹൈറ്റ് കൂടുന്തോറും, ഓൾട്ടിറ്റ്യൂഡ് മുകളിലോട്ട് പോകുന്തോറും ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു? കുറയുന്നു അല്ലേ. ഹൈറ്റ് കൂടുന്ന അനുസരിച്ച് ടെമ്പറേച്ചർ കുറയുന്നു. അതാണ് പറയുന്നത് ടെമ്പറേച്ചർ ഇൻ ദിസ് ലെയർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഹൈറ്റ്. നമുക്ക് തന്നെ അറിയാം അല്ലേ, നമ്മളിപ്പോൾ എന്താണ് ഹൈ റേഞ്ചിലോട്ടൊക്കെ പോകുമ്പോൾ, ഇപ്പോൾ ഊട്ടി, കൊടൈക്കനാൽ അങ്ങനെയുള്ള ഏരിയയിലൊക്കെ പോകുമ്പോഴത്തേക്കും എന്താണ്? ടെമ്പറേച്ചർ കുറവാണ്. എന്താണ്? കോൾഡ് ടെമ്പറേച്ചറാണ് അവിടെ കാണുന്നത്. അതാണ് പറയുന്നത് ടെമ്പറേച്ചർ ഇൻ ദിസ് ലെയർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഹൈറ്റ് അറ്റ് റേറ്റ് ഓഫ് 1 degree Celsius ഫോർ എവറി 165 മീറ്റേഴ്സ്. അതായത് ഓരോ 165 മീറ്റർ പോകുമ്പോഴത്തേക്കും എത്ര ടെമ്പറേച്ചർ കുറയുന്നത്? 1 degree Celsius ആയിട്ട് ടെമ്പറേച്ചർ കുറയും. നമ്മൾ 1 കിലോമീറ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ 1 കിലോമീറ്റർ പോകുമ്പോഴത്തേക്കും ഒരു ആവറേജ് പറയുന്നത് 6.5 degree Celsius ടെമ്പറേച്ചർ കുറയുമെന്നാണ് പറയുന്നത്. ഈ ഒരു എന്താണ്? ഡിക്രീസ് ഓഫ് ടെമ്പറേച്ചർ റേറ്റ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഡിക്രീസ് ഓഫ് ടെമ്പറേച്ചറിനെയാണ് നമ്മൾ നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയുന്നത്. ദെൻ എന്താണ്? ഓൾമോസ്റ്റ് ഓൾ വെതർ ഫിനോമിനൻ ആൻഡ് ക്ലൈമറ്റ് ഫിനോമിനൻ ലൈക്ക് ഫോഗ്, ക്ലൗഡ്, ഡ്യൂ, റെയിൻഫോൾ എക്സെട്ര ഒക്കെ ഇൻ ദിസ് ലെയർ. നമുക്ക് തന്നെ അറിയാം, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന എല്ലാ ഫിനോമിനൻസും, അതായത് വെതർ ഫിനോമിനൻ, ഇപ്പോൾ തണ്ടർ, ലൈറ്റ്നിങ് അതുപോലുള്ളത്, അതുപോലെ ക്ലൈമറ്റ്, ഫോഗ്, ക്ലൗഡ്, ഡ്യൂ, റെയിൻഫോൾ ഇതെല്ലാം നടക്കുന്ന രീതിയിലാണ് ട്രോപ്പോസ്ഫിയറിലാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുമ്പോൾ എന്താണ്? 70% മാസം, അറ്റ്മോസ്ഫിയറിൽ 70% മാസം കാണുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. പിന്നെ ഫസ്റ്റ് ലെയർ, ഏറ്റവും താഴത്തെ ലെയറാണ്, ഫസ്റ്റ് ലെയറാണ്. എർത്ത് സർഫസിനോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന ലെയറാണ് നമ്മുടെ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? പോൾസിൽ എത്രയാണ്? 8 കിലോമീറ്റർ. അതുപോലെ ഇക്വേറ്റർ 18 കിലോമീറ്റർ ഹൈറ്റാണ് പറയുന്നത്. അതൊരു ആവറേജ് ആണ്. അപ്പം 8 ചില ടെക്സ്റ്റിൽ 16, 11 ഒക്കെ കാണാറുണ്ട്. പിന്നെ എന്താണ്? ഇക്വേറ്റർ റീജിയനിലാണ് ഇത് തിക്കസ്റ്റ് ആയിട്ട് കാണുന്നത്. കാരണം എന്താണ്? ഇക്വേറ്റർ വാമറാണ് നമുക്കറിയാം. അതുപോലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഹൈറ്റ് കൂടുന്തോറും എന്ത് ചെയ്യുന്നു? ടെമ്പറേച്ചർ വന്ന് ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പറയുന്നത് ഇപ്പം എത്ര? 165 മീറ്റർ, 165 മീറ്റേഴ്സ് പോകുമ്പോഴത്തേക്കും ഒരു 1 degree Celsius ടെമ്പറേച്ചർ കുറയുന്നു. അതുപോലെ 1 കിലോമീറ്റർ ആകുമ്പോഴത്തേക്കും 6.5 degree Celsius ടെമ്പറേച്ചർ കുറയുന്നു. ഈ ഒരു ദിസ് റേറ്റ് ഓഫ് ഡിക്രീസ് ഓഫ് ടെമ്പറേച്ചറിനെയാണ് നമ്മൾ നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? എല്ലാ വെതർ ഫിനോമിനൻ, അതുപോലെ ക്ലൈമറ്റ് ഫിനോമിനൻ, തണ്ടർ, ലൈറ്റ്നിങ്, ഫോഗ്, ക്ലൗഡ്, ഡ്യൂ, റെയിൻഫോൾ ഒക്കെ നടക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ദെൻ this troposphere consists of dust particles and over 90% of the Earth's water vapor. Then these dust particles contribute to the occurrence of twilight and the color of sunrise and sunset. അതായത് അതുപോലെ ട്രോപ്പോസ്ഫിയറിലാണ് എന്താണ്? നമ്മുടെ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, പൊടി പടലങ്ങൾ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ എന്താണ്? നമ്മുടെ എർത്തിലെ വാട്ടർ വേപ്പറിൽ 90% കാണുന്നത് എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസാണ് നമ്മുടെ എന്താണ്? ട്വിലൈറ്റ് മീൻസ് സന്ധ്യയ്ക്കും അതുപോലെ സൺറൈസ്, സൺസെറ്റ് ഇതിൻ്റെയൊക്കെ റെഡ് കളറിന് കാരണമാകുന്നതും എന്താണ്? നമ്മുടെ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസാണ്. ട്രോപ്പോസ്ഫിയറിൽ കാണുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസാണ്.
Then the air never remains static in this layer. There is constant circulation of air masses in this region, and so this ലെയർ ഈസ് നോൺ എസ് ചേഞ്ചിങ് സ്പിയർ ഓർ ടോപ്പോസ്ഫിയർ. അതായത് എയർ ഒരിക്കലും സ്റ്റേറ്റിക്കായിട്ട്, അതായത് നിശ്ചലമായിട്ട് കാണുന്നില്ല. എപ്പോഴും എന്തുണ്ടായിരിക്കും, ഒരു കോൺസ്റ്റൻറ്റ് സർക്കുലേഷൻ ഓഫ് എയർ മാസസ് ഇൻ ദിസ് റീജിയൻ. എപ്പോഴും എയർ സർക്കുലേഷൻ ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ടോപ്പോസ്ഫിയറിനെ എന്ത് പറയുന്നത്, ചേഞ്ചിങ് സ്പിയർ എന്ന് പറയുന്നത്. അപ്പം എന്താണ് ചേഞ്ചിങ് സ്പിയർ എന്ന് പറയുന്നത്, ഏത് ലെയർ, അറ്റ്മോസ്ഫിയറിൻ്റെ ഏത് ലെയറിനെയാണ്, ടോപ്പോസ്ഫിയറിനെയാണ് ചേഞ്ചിങ് സ്പിയർ എന്ന് പറയുന്നത്. Then jet aeroplanes avoid this layer because of the presence of bumpy air pockets. അതായത് എയറിൻ്റെ ഒരു ഭയങ്കര ഒരു പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ ജെറ്റ് എയറോപ്ലെയിൻസ് ഈ ലെയറിനെ അവോയ്ഡ് ചെയ്യുന്നു. ദെൻ പിന്നെ എന്താണ് ഇവിടുത്തെ ഓൾട്ടിറ്റ്യൂഡ് റേഞ്ച്, ടെമ്പറേച്ചർ റേഞ്ച് ഇതിനെക്കുറിച്ചൊക്കെ നോക്കാം. ഓൾട്ടിറ്റ്യൂഡ് റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും 0 to 11 to 18 കിലോമീറ്റർ ആണ്. 0 to 11 to 18 കിലോമീറ്റർ നമ്മൾ പറഞ്ഞു, ആ ഒരു റേഞ്ചാണ് പറയുന്നത്. 11 തൊട്ട് 18 കിലോമീറ്റർ വരെ വരാം. ദെൻ ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് 15 to -56 ഡിഗ്രി സെൽഷ്യസ്. അതായത് ടെമ്പറേച്ചർ നമ്മൾ പറഞ്ഞു ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച് എന്താണ് ടെമ്പറേച്ചർ കുറയും. അതാണ് 15 to -56 ഡിഗ്രി സെൽഷ്യസ്. ദെൻ ഇമ്പോർട്ടൻറ്റ് കെമിക്കൽ സ്പീഷീസ് നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, ഇതൊക്കെയാണ് കാണുന്നത്. ദെൻ ദ അപ്പർ ലിമിറ്റ് ഓഫ് ട്രോപ്പോസ്ഫിയർ ഈസ് കോൾഡ് ട്രോപ്പോപോസ്. അതായത് എന്താണ് ട്രോപ്പോസ്ഫിയറിൻ്റെ ഒരു അപ്പർ ലിമിറ്റിനെയാണ് ട്രോപ്പോപോസ് എന്ന് പറയുന്നത്. അതായത് ഈ ട്രോപ്പോസ്ഫിയർ ആ ലെയറിൻ്റെ മുകളിൽ കാണുന്ന ട്രോപ്പോപോസ്, അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ പറയാം ട്രോപ്പോസ്ഫിയറിൻ്റെ അടുത്ത ലെയർ എന്ന് പറയുന്നതാണ് സ്ട്രാറ്റോസ്ഫിയർ. അപ്പോൾ ഈ സ്ട്രാറ്റോസ്ഫിയറിനെ ട്രോപ്പോസ്ഫിയറിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ലെയർ അല്ലെങ്കിൽ അപ്പർ ലിമിറ്റിനെയാണ് നമ്മൾ പറയുന്നത് ട്രോപ്പോപോസ് എന്ന് പറയുന്നത്. ഈ ട്രോപ്പോപോസിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -56 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ് നമ്മുടെ ട്രോപ്പോസ്ഫിയറിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് കാണും. ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസാണ് എന്താണ് ഏറ്റവും ലൈറ്റ്, അതുപോലെ റെഡ് കളർ ഓഫ് സൺറൈസ്, അതുപോലെ സൺസെറ്റ്, ഇതിനെല്ലാം കാരണമാകുന്നത്. അതുപോലെ എർത്തിൻ്റെ വാട്ടർ വേപ്പിൽ 90% കാണുന്നത് എവിടെയാണ്, ട്രോപ്പോസ്ഫിയറിലാണ്. പിന്നെ എയർ എപ്പോഴും എന്താണ് എയറിൻ്റെ എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് സർക്കുലേഷൻ ഉണ്ടാകും. എയർ ഒരിക്കലും നിശ്ചലമായിട്ട് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ സ്പിയറിനെ നമ്മൾ ചേഞ്ചിങ് സ്പിയർ എന്നും പറയും. പിന്നെ എന്താണ് ജെറ്റ് എയറോപ്ലെയിൻസ്, ബംബി എയർ പോക്കറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ലെയറിനെ അവോയ്ഡ് ചെയ്യും ജെറ്റ് എയറോപ്ലെയിൻസ്. ദെൻ ഓൾട്ടിറ്റ്യൂഡ് റേഞ്ച് എന്ന് പറയുന്നത് 0 to 11 to 18 കിലോമീറ്റർ. ടെമ്പറേച്ചർ റേഞ്ച് 15 to -56 ഡിഗ്രി സെൽഷ്യസ്. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെമിക്കൽസ് എന്ന് പറയുന്നത് കെമിക്കൽ സ്പീഷീസ് നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ. ദെൻ അപ്പർ ലിമിറ്റ് ഓഫ് ട്രോപ്പോസ്ഫിയർ ഈസ് കോൾഡ് ട്രോപ്പോപോസ്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -56 ഡിഗ്രി സെൽഷ്യസ്. സ്ട്രാറ്റോസ്ഫിയർ. അപ്പോൾ നമുക്കറിയാം അറ്റ്മോസ്ഫിയറിലെ ഫസ്റ്റ് ലെയർ നമ്മൾ പഠിച്ചു ടോപ്പോസ്ഫിയർ. രണ്ടാമത്തെ ലെയറാണ് എന്താണ് സ്ട്രാറ്റോസ്ഫിയർ. സോ ദി സ്ട്രാറ്റോസ്ഫിയർ എക്സ്റ്റെൻഡ്സ് അപ് ടു എ ഹൈറ്റ് ഓഫ് 50 കിലോമീറ്റർ. ടെമ്പറേച്ചർ അറ്റ് ഫസ്റ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് അപ് ടു എ ഹൈറ്റ് ഓഫ് 20 കിലോമീറ്റർ. Then temperature increases up to a height of 50 kilometer due to the presence of ozone layer which absorbs the UV radiation of sun. അടുത്ത് എന്താണ് സ്ട്രാറ്റോസ്ഫിയറിനെ കുറിച്ച് പറയുമ്പം എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്ര 50 കിലോമീറ്റർ വരെയാണ് ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു എത്രയാണ്, ഒരു 11 തൊട്ട് 18 കിലോമീറ്റർ വരെ എറ്റ് സർഫസിൽ നിന്ന് 11 തൊട്ട് 18 വരെ ട്രോപ്പോസ്ഫിയർ ആണ്. അത് കഴിഞ്ഞ് 50 കിലോമീറ്റർ വരെയാണ് നമ്മുടെ സ്ട്രാറ്റോസ്ഫിയർ വരുന്നത്. ഇവിടുത്തെ ടെമ്പറേച്ചറിനെ കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, ഒരു 20 കിലോമീറ്റർ വരെ എന്താണ് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കും. അതായത് നേരത്തെ എന്താണോ ടെമ്പറേച്ചർ ഉണ്ടായിരുന്നത് അത് തന്നെയായിരിക്കും ഒരു 20 കിലോമീറ്റർ വരെ. അത് കഴിഞ്ഞിട്ട് ഈ ടെമ്പറേച്ചർ കൂടും, ഇൻക്രീസസ് അപ് ടു ഹൈറ്റ് ഓഫ് 50 കിലോമീറ്റർ. 50 കിലോമീറ്റർ വരെ ആകുമ്പോഴത്തേക്കും ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ഇതിന് കാരണം എന്താണ്, ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഓസോൺ ലെയർ. അപ്പോൾ ഓസോൺ ലെയർ കാണുന്ന ഒരു ലെയറാണ് നമ്മുടെ സ്ട്രാറ്റോസ്ഫിയർ. നമുക്കറിയാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓസോൺ ലെയർ, അത് കാണുന്ന ലെയറാണ് സ്ട്രാറ്റോസ്ഫിയർ. വിച്ച് അബ്സോർബ്സ് ഈ ഓസോൺ ലെയറാണ് എന്താണ് നമ്മളെ സണ്ണിൽ നിന്ന് വരുന്ന UV റേസിൽ നിന്ന് നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ലെയറാണ് ഏതാണ്, ഓസോൺ ലെയർ. ഈ ഓസോൺ ലെയർ കാണുന്ന അറ്റ്മോസ്ഫിയറിൻ്റെ ലെയറാണ് ഏതാണ്, സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പം ഈ ഓസോൺ ലെയർ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നത്, ഓൾട്ടിറ്റ്യൂഡ് മുകളിലോട്ട് പോകുന്നതോറും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പം ഓക്കെ ആണല്ലോ. So here in stratosphere the temperature at first remains constant up to a height of 20 kilometer. Then the temperature increases up to a height of 50 kilometer due to the presence of ozone layer which absorbs the UV radiation of sun. Here the clouds are almost absent. Very little dust and water vapor. Weather related incidents do not take place in this layer.
ക്ലൗഡ്സ് എല്ലാം ഓൾമോസ്റ്റ് ആബ്സെൻ്റ് ആയിരിക്കും, കാണില്ല. അതുപോലെ തന്നെ ഡസ്റ്റും വാട്ടർ വേപ്പറൊക്കെ വളരെ മൈന്യൂട്ട് ക്വാണ്ടിറ്റീസിൽ മാത്രമേ കാണുന്നുള്ളൂ. വെതർ റിലേറ്റഡ് ഇൻസിഡൻസ് ഒന്നും എവിടെ സ്ട്രാറ്റോസ്ഫിയറിൽ നടക്കുന്നില്ല. നമ്മൾ പറഞ്ഞു എല്ലാ വെതർ റിലേറ്റഡും ക്ലൈമറ്റ് റിലേറ്റഡ് ഇൻസിഡൻസും നടക്കുന്നത് എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. ദെൻ ക്വിസൻ ലെയർ ഹാവിങ് പോസിറ്റീവ് ലാബ്സ്ട്രേറ്റ്. ക്വിസൻ ലെയർ എന്ന് പറഞ്ഞാൽ വളരെ ശാന്തമായിട്ടുള്ള ഒരു ലെയർ ആയിരിക്കും. ഇവിടെ വലുതായിട്ട് എന്താണ് എയറിൻ്റെ മൂവ്മെൻ്റ് ഒന്നുമില്ല. അതുകൊണ്ടാണ് ക്വിസൻ ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ട്രോപ്പോസ്ഫിയർ പറഞ്ഞപ്പോൾ ഒരു കാര്യം വിട്ടുപോയി. അതായത് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് ടർബുലൻ ലെയറാണ്. ടർബുലൻ്റ് അവിടെ എന്താണ്? എയർ മിക്സിങ് എപ്പോഴും എയറിൻ്റെ ഒരു സർക്കുലേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ടർബുലൻ്റ് ലെയർ എന്നാണ് പറയുന്നത്. ഇവിടെ എന്താണ്? ഈ സ്ട്രാറ്റോസ്ഫിയറിൽ എയർ സർക്കുലേഷൻ ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ ക്വിസൻ ലെയർ എന്നാണ് പറയുന്നത്. ദെൻ ഇവിടെ എന്താണ്? പോസിറ്റീവ് ലാബ്സ്ട്രേറ്റ് ആണ്. പോസിറ്റീവ് ലാബ്സ്ട്രേറ്റ് എന്താണ്? ലാബ്സ്ട്രേറ്റ് അപ്പോൾ നമ്മൾക്ക് ലാബ്സ്ട്രേറ്റ് നോക്കാം. ലാബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ സർഫസിൽ നിന്ന് മുകളിലോട്ട് പോകുന്തോറും, അതായത് ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ചിനെയാണ് നമ്മൾ എന്താണ്? ലാബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്. എർത്ത് സർഫസിൽ നിന്ന് മുകളിലോട്ട് പോകുന്തോറും ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ചിനെയാണ് നമ്മൾ ലാബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്. ഈ ലാബ്സ്ട്രേറ്റ് തന്നെ പോസിറ്റീവ് ലാബ്സ്ട്രേറ്റ് ഉണ്ട്, നെഗറ്റീവ് ലാബ്സ്ട്രേറ്റ് ഉണ്ട്, സീറോ ലാബ്സ്ട്രേറ്റും ഉണ്ട്. പോസിറ്റീവ് ലാബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിലോട്ട് പോകുന്തോറും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. അതായത് എന്താണ്? എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഹൈറ്റ് കൂടുന്തോറും മുകളിലോട്ട് പോകുന്തോറും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പോസിറ്റീവ് ലാബ്സ്ട്രേറ്റ് എന്ന് പറയും. ഇനി ടെമ്പറേച്ചർ കുറയുകയാണെങ്കിൽ മുകളിലോട്ട് പോകുന്തോറും ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നെഗറ്റീവ് ലാബ്സ്ട്രേറ്റ് എന്ന് പറയും. ദെൻ സീറോ ലാബ്സ്ട്രേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും മുകളിലോട്ട് പോകുന്തോറും, അതായത് ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മളതിനെ സീറോ ലാബ്സ്ട്രേറ്റ് എന്ന് പറയും. അപ്പോൾ 3 ഓർക്കത്ത് വയ്ക്കുക. എന്താണ് ലാബ്സ്ട്രേറ്റ്? പോസിറ്റീവ് ലാബ്സ്ട്രേറ്റ്, നെഗറ്റീവ് ലാബ്സ്ട്രേറ്റ്, സീറോ ലാബ്സ്ട്രേറ്റ്. ഇവിടെ എന്താണ്? ഈ ഒരു സ്ട്രാറ്റോസ്ഫിയറിൽ എന്താണ് നടക്കുന്നത്? പോസിറ്റീവ് ലാബ്സ്ട്രേറ്റ് ആണ് നടക്കുന്നത്. കാരണം എന്താണ്? മുകളിലോട്ട് പോകുന്തോറും എന്ത് ചെയ്യുന്നു? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. ടെമ്പറേച്ചർ എന്തുകൊണ്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്? ഇവിടെ ഓസോൺ ലെയർ ഉണ്ട്. ഓസോൺ ലെയർ സണ്ണിൽ നിന്ന് വരുന്ന UV റേഡിയേഷനെ അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എന്താണ്? ഹൈറ്റ് കൂടുന്തോറും ടെമ്പറേച്ചർ ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നത്. ദെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഓൾട്ടിറ്റ്യൂഡ് വിത്ത് എ മാക്സിമം ഓഫ് -2 ഡിഗ്രി സെൽഷ്യസ് അറ്റ് ദ അപ്പർ ലിമിറ്റ് ഓഫ് ദ സ്ട്രാറ്റോസ്ഫിയർ. അതായത് എന്താണ്? ടെമ്പറേച്ചർ ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. നമ്മൾ പറഞ്ഞു എത്ര നേരത്തെ? മാക്സിമം -2 ഡിഗ്രി സെൽഷ്യസ് ആണ് അറ്റ് ദ അപ്പർ ലിമിറ്റ് ഓഫ് ദ സ്ട്രാറ്റോസ്ഫിയർ. -2 കാരണം എത്രയായിരുന്നു? -56 ആയിരുന്നു. ആ -56 നിന്ന് എത്രയായിട്ടുണ്ട്? -2 ആയി. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ കൂടിയെന്ന് പറയാം. നെക്സ്റ്റ്, ozone in this layer absorbs UV radiation and raises the temperature, causing a positive lamp Because of slow mixing in the stratosphere, the residence times of molecules or particles in this region are quite long, and if any pollutants reached into the stratosphere, they cause long-term global hazards compared to their impact in the much denser troposphere. അതായത് നമ്മൾ പറഞ്ഞു സ്ട്രാറ്റോസ്ഫിയറിലാണ് എന്ത് കാണുന്നത്? നമ്മുടെ ഓസോൺ ലെയർ കാണുന്നത്. അപ്പോൾ സണ്ണിൽ നിന്ന് വരുന്ന UV റേഡിയേഷൻ എല്ലാം ഈ ഓസോൺ ലെയർ അബ്സോർബ് ചെയ്യും. അപ്പോൾ എന്താണ്? റൈസസ് ടെമ്പറേച്ചർ കൂട്ടിയിട്ട് ഇവിടെ എന്താണ്? പോസിറ്റീവ് ലാബ്സ്ട്രേറ്റ് ആണ് കാണിക്കുന്നത്. നമ്മൾ പറഞ്ഞു എന്താണ്? പോസിറ്റീവ് ലാബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. അതിനെയാണ് പോസിറ്റീവ് ലാബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ടെമ്പറേച്ചർ കൂടാനുള്ള കാരണം ഈ ഓസോൺ ലെയർ, നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിൽ ഓസോൺ ലെയർ UV റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്നതുകൊണ്ടാണ് ടെമ്പറേച്ചർ കൂടുന്നതിനുള്ള കാരണം. ഇതിനടുത്ത് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്ട്രാറ്റോസ്ഫിയറിൽ എന്താണ്? സ്ലോ മിക്സിംഗ് ഓഫ് എയർ ആണ് നടക്കുന്നത്. അതായത് എയർ സർക്കുലേഷനൊക്കെ വളരെ കുറവായിരിക്കും. ഇത് നമ്മുടെ ട്രോപ്പോസ്ഫിയറിനെ പോലെ എപ്പോഴും ഒരു എയർ സർക്കുലേഷൻ ഉണ്ടാവില്ല. ഇവിടെ എയർ സർക്കുലേഷൻ കുറവാണ്, സ്ലോ മിക്സിംഗ് ആണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും മോളിക്യൂൾസ് ഈ ലെയറിൽ കടക്കുകയാണെങ്കിൽ അതിൻ്റെ റെസിഡൻസ് ടൈം എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അത് ഒത്തിരി കാലം ഈ ലെയറിൽ നിൽക്കും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പൊല്യൂട്ടൻസ് സ്ട്രാറ്റോസ്ഫിയറിൽ എൻട്രി ചെയ്യുകയാണെങ്കിൽ ആ പൊല്യൂട്ടൻസ് ഉണ്ടാകുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ട്രോപ്പോസ്ഫിയറിൽ ഉണ്ടാക്കുന്നതിനേക്കാളും ഗ്ലോബൽ ഹസാർഡ്സ് കൂടുതലായിരിക്കും. ഓക്കെ ആണല്ലോ? അതായത് എന്താണ്? സ്ട്രാറ്റോസ്ഫിയറിൽ എയറിൻ്റെ മിക്സിംഗ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? ഏതെങ്കിലും പൊല്യൂട്ടൻസ് ഈ സ്ട്രാറ്റോസ്ഫിയറിൽ എൻ്റർ ചെയ്താൽ അതിൻ്റെ റെസിഡൻസ് ടൈം കൂടുതലായിരിക്കും. അപ്പോൾ അതുണ്ടാക്കുന്ന ഗ്ലോബൽ ഹസാർഡ്സ് എന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയറിലുള്ളതിനേക്കാളും എന്തായിരിക്കും? കൂടുതലായിരിക്കും ഏതിൽ? സ്ട്രാറ്റോസ്ഫിയറിൽ. Then here the altitude range is 11 to 50 km, temperature range -56 to -2 degrees Celsius, and the important chemical species found in this layer is ozone.
Then the upper limit of stratosphere is called stratopause. അടുത്ത ഓൾട്ടിറ്റ്യൂഡ് റേഞ്ച്, ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 11 to 50 കിലോമീറ്റർ ആണ്. ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് -56 to -2 ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ പറഞ്ഞു മുകളിലോട്ട് പോകുന്തോറും ടെമ്പറേച്ചർ കൂടും. അപ്പം നമ്മൾ ഇവിടെ ടോപ്പോപോസിൽ പറഞ്ഞ ടെമ്പറേച്ചർ ആയിരുന്നു -56. അത് കഴിഞ്ഞ് ടെമ്പറേച്ചർ കൂടുക ചെയ്തത് അപ്പോൾ -2 ഡിഗ്രി സെൽഷ്യസ് ആണ്. -56 -2 ഡിഗ്രി സെൽഷ്യസ്. ദെൻ ഓസോൺ ആണ്. ഇമ്പോർട്ടൻറ്റ് കെമിക്കൽ സ്പീഷീസ് എന്ന് പറയുന്നത് ഇവിടെ കാണുന്നത് ഓസോൺ ആണ്. ദെൻ എന്താണ്? സ്ട്രാറ്റോസ്ഫിയറിനെയും നെക്സ്റ്റ് അടുത്ത ലെയറായ മീസോസ്ഫിയറിനെയും വേർതിരിക്കുന്ന ലെയർ എന്ന് പറയുന്നത് സ്ട്രാറ്റോപോസ്, അല്ലെങ്കിൽ നമുക്ക് അപ്പർ ലിമിറ്റ് ഓഫ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ്? സ്ട്രാറ്റോപോസ് എന്ന് പറയാം. അടുത്ത നെക്സ്റ്റ് ലെയർ നോക്കാം, മീസോസ്ഫിയർ. Mesosphere is a third layer above the stratosphere. It extends up to a height of 85 to 90 km. Here, the temperature decreases with altitude, reaching up to -90 degrees Celsius at mesopause, the upper limit of mesosphere. അപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ലെയറിൽ തേർഡ് ലെയർ എന്ന് പറയുന്നതാണ് മീസോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ മുകളിലായിട്ടാണ് ഇത് കാണുന്നത്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 85 to 90 കിലോമീറ്റർ ആണ്. എക്സ്റ്റെൻസ് അപ് ടു നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും എത്രയാണ്? ഹൈറ്റ് 85 to 90 കിലോമീറ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് മീസോസ്ഫിയർ. ഇവിടുത്തെ ടെമ്പറേച്ചർ പറയുമ്പോഴത്തേക്കും എന്താണ്? ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ ഡിക്രീസ് ആവും. മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -90 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയായിരുന്നു? -2 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ഇവിടെ എത്രയായി? -90 ഡിഗ്രി സെൽഷ്യസ് ആയി. അതായത് ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ ഇവിടെ ഡിക്രീസ് ചെയ്യുക ചെയ്തത്. അപ്പോൾ മീസോപോസിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -90 ഡിഗ്രി സെൽഷ്യസ്. മീസോപോസ് എന്ന് പറയുന്നത് എന്താണ്? അപ്പർ ലിമിറ്റ് ഓഫ് മീസോസ്ഫിയർ, അല്ലെങ്കിൽ മീസോസ്ഫിയറിനെയും നെക്സ്റ്റ് ലെയറായ തെർമോസ്ഫിയറിനെയും വേർതിരിക്കുന്ന ലെയറിനെയാണ് നമ്മൾ മീസോപോസ് എന്ന് പറയുന്നത്. സോ അപ്പം മീസോസ്ഫിയർ എന്ന് പറയുന്നത് തേർഡ് ലെയർ അബോവ് ദ സ്ട്രാറ്റോസ്ഫിയർ. ഇറ്റ് എക്സ്റ്റെൻസ് അപ് ടു ഹൈറ്റ് ഓഫ് 85 to 90 കിലോമീറ്റർ ആൻഡ് ദ ടെമ്പറേച്ചർ ഡിക്രീസസ് വിത്ത് ഓൾട്ടിറ്റ്യൂഡ് റീച്ചിങ് അപ് ടു -90 ഡിഗ്രി സെൽഷ്യസ് അറ്റ് മീസോപോസ്, ദ അപ്പർ ലിമിറ്റ് ഓഫ് മീസോസ്ഫിയർ. Then this layer is characterized by formation of ice crystal cloud called noctilucent clouds. Meteors or falling stars occur in this layer, and this layer shows negative lapse rate, that is temperature falls with increasing altitude due to low levels of ozone. Here the altitude range is 50 to 85 km. Temperature range -2 to -90 degrees Celsius, and the important chemical species are O2+ and NO+. പിന്നെ ഈ ഒരു ലെയറിൻ്റെ പ്രത്യേകതയാണ് ഒരു ഐസ് ക്രിസ്റ്റൽ ക്ലൗഡ് ഫോർമേഷൻ. അതിനെ പറയുന്നതാണ് നൊക്ടിലൂസൻ ക്ലൗഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നൊക്ടിലൂസൻ ക്ലൗഡ്സ് അല്ലെങ്കിൽ ഐസ് ക്രിസ്റ്റൽ ക്ലൗഡ് ഫോർമേഷൻ കാണുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ മീസോസ്ഫിയറിലാണ്. അതുപോലെ മീറ്റിയോർസ്, ഫോളിംഗ് സ്റ്റാർസ് ഇതൊക്കെ കാണുന്ന ലെയറാണ് മീസോസ്ഫിയർ. അതുപോലെ ഈ മീസോസ്ഫിയറിൽ എന്താണ്? നെഗറ്റീവ് ലാപ്സ് റേറ്റ് ആണ് കാണിക്കുന്നത്. നെഗറ്റീവ് ലാപ്സ് റേറ്റ് നമ്മൾ പറഞ്ഞു. നെഗറ്റീവ് ലാപ്സ് റേറ്റ് എന്ന് പറയുന്നത് ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യും, ടെമ്പറേച്ചർ കുറയും. ഇവിടെ എന്താണ്? ഓസോൺ ലെയറൊന്നുമില്ല, വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ മുകളിലോട്ട് പോകുന്തോറും എന്ത് ചെയ്യുന്നു? ടെമ്പറേച്ചർ കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നെഗറ്റീവ് ലാപ്സ് റേറ്റ് എന്ന് പറയുന്നത്. ദെൻ ഓൾട്ടിറ്റ്യൂഡ് റേഞ്ച് എന്ന് പറയുന്നത് 50 to 85 കിലോമീറ്റർ, 85 or 90 വരെയൊക്കെ പോകാം. ദെൻ ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചർ കൂടും. -2 ഏതുവരെ കൂടി? -90 ഡിഗ്രി സെൽഷ്യസ് വരെ. ദെൻ കെമിക്കൽ സ്പീഷീസ്, കെമിക്കൽസ് കാണുന്ന O2+, NO+ ഒക്കെയാണ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ കോൾഡസ്റ്റ് ലെയർ ഏതെന്ന് ചോദിച്ചാൽ മീസോസ്ഫിയർ ആണ്. ഓർത്തിരിക്കുക, കോൾഡസ്റ്റ് ലെയർ ചോദിച്ചാൽ മീസോസ്ഫിയർ ആണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. അപ്പോൾ മീസോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ്? തേർഡ് ലെയറാണ്. പിന്നെ ഇതിൻ്റെ 85 to 90 കിലോമീറ്റർ വരെ ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്? നെഗറ്റീവ് ലാപ്സ് റേറ്റ് ആണ് കാണിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു എന്താണ്? ഇവിടുത്തെ പ്രത്യേകത എന്തൊക്കെയാണ്? ഒരു ഐസ് ക്രിസ്റ്റൽ ക്ലൗഡ് അല്ലെങ്കിൽ നൊക്ടിലൂസൻ ക്ലൗഡ്സ് ഫോം ചെയ്യും. അതുപോലെ മീറ്റിയോസ്, ഫോളിംഗ് സ്റ്റാർസ് ഒക്കെ കാണുന്നത് മീസോസ്ഫിയറിലാണ്. ദെൻ ഓൾട്ടിറ്റ്യൂഡ് റേഞ്ച് എന്ന് പറയുന്നത് 50 to 85 കിലോമീറ്റർ. ടെമ്പറേച്ചർ റേഞ്ച് -2 to -90 ഡിഗ്രി സെൽഷ്യസ്. ദെൻ ഇമ്പോർട്ടൻറ്റ് കെമിക്കൽ സ്പീഷീസ് O2+, NO+. അതുപോലെ കോൾഡസ്റ്റ് ലെയർ എന്ന് പറയുന്നത് മീസോസ്ഫിയർ ആണ്. നെക്സ്റ്റ് ലെയർ തെർമോസ്ഫിയർ. So this thermosphere extends from 90 km to 1000 km. It contains only a tiny fraction of atmospheric mass, shows positive lapse rate, altitude range 85 to 500 km.
temperature range -92 to 1200 degrees Celsius. Important chemical species include O2+, O+, NO+. നെക്സ്റ്റ് അറ്റ്മോസ്ഫിയറിൽ ഫോർത്ത് ലെയർ നോക്കാം, അതായത് തെർമോസ്ഫിയർ. തെർമോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഈ തെർമോസ്ഫിയറിൽ കാണപ്പെടുന്ന ഒരു ലെയർ തന്നെയാണ് അയനോസ്ഫിയർ, അതാണ് ഇൻക്ലൂഡിങ് അയനോസ്ഫിയർ എന്ന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ തെർമോസ്ഫിയർ ഏതുവരെയാണ് 90 കിലോമീറ്റർ തൊട്ട് 1000 കിലോമീറ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ദെൻ അറ്റ്മോസ്ഫിയറിക് മാസ് വളരെ കുറവാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അറ്റ്മോസ്ഫിയർ നമ്മൾ നോക്കുമ്പം എർത്ത് സർഫസിൽ നിന്ന് ഒരു 32 കിലോമീറ്റർ വരെയാണ് 99% അറ്റ്മോസ്ഫിയറിക് മാസും കാണുന്നതെന്ന്. അതായത് എർത്ത് സർഫസിൽ നിന്ന് ഒരു 32 കിലോമീറ്റർ വരെയാണ് അറ്റ്മോസ്ഫിയറിക് മാസിൻ്റെ 99% കാണുന്നത്. അപ്പം മുകളിലോട്ട് പോകുന്തോറും എന്താണ്, ഈ അറ്റ്മോസ്ഫിയറിക് മാസ് വളരെ കുറവായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്, ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി എ ടൈനി ഫ്രാക്ഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് മാസ് ആൻഡ് ഇറ്റ് ഷോസ് പോസിറ്റീവ് ലാബ്സ് റേറ്റ്. അതായത് എന്താണ്, നമുക്കറിയാമല്ലോ പോസിറ്റീവ് ലാബ്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് പോകുന്തോറും എന്ത് ചെയ്യുന്നു, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, തെർമോസ്ഫിയറിൽ മുകളിലോട്ട് ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു, അതാണ് ഷോസ് പോസിറ്റീവ് ലാബ്സ് റേറ്റ്. ദെൻ ഓൾട്ടിറ്റ്യൂഡ് റേഞ്ച് 85 to 500 കിലോമീറ്റർ ആണ്. ദെൻ ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് -92 to 1200 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ എത്രത്തോളം കൂടുതലാണെന്ന് നോക്കിക്കോ, -92 എത്ര ടെമ്പറേച്ചർ വരെ, അതായത് മുകളിലോട്ട് പോകുന്നതോളം ടെമ്പറേച്ചർ കൂടുന്നു എന്ന് പറഞ്ഞു, 1200 വരെ കൂടുകയാണ്. അപ്പം ഹോട്ടസ്റ്റ് ലെയർ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്, തെർമോസ്ഫിയർ ആണ്. നമുക്കറിയാം കോൾഡസ്റ്റ് ലെയർ നമ്മൾ പറഞ്ഞു മീസോസ്ഫിയർ, ആൻഡ് ഹോട്ടസ്റ്റ് ലെയർ എന്ന് പറയുന്നത് തെർമോസ്ഫിയർ ആണ്. ദെൻ ഇവിടെ കാണുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെമിക്കൽ സ്പീഷീസ് ആണ് O2+, O+, NO+. സോ എന്താണ് തെർമോസ്ഫിയർ, 90 കിലോമീറ്റർ തൊട്ട് 1000 കിലോമീറ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന അറ്റ്മോസ്ഫിയറിൻ്റെ ഫോർത്ത് ലെയറാണ് തെർമോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിക് മാസ് വളരെ കുറവാണ്. ദെൻ എന്താണ്, പോസിറ്റീവ് ലാബ്സ് റേറ്റ് ആണ് കാണിക്കുന്നത്, അതായത് മുകളിലോട്ട് പോകുന്തോറും ടെമ്പറേച്ചർ കൂടുന്നു. ഓൾട്ടിറ്റ്യൂഡ് റേഞ്ച് 85 to 500 കിലോമീറ്റർ, ടെമ്പറേച്ചർ റേഞ്ച് -92 to 1200 ഡിഗ്രി സെൽഷ്യസ്. പിന്നെ കാണുന്ന കെമിക്കൽസ് ആണ് O2+, O+, NO+. പിന്നെ അയനോസ്ഫിയർ കാണുന്നത്, അയനോസ്ഫിയർ എന്ന ലെയർ കാണുന്നതും ഈ തെർമോസ്ഫിയറിലാണ്. നെക്സ്റ്റ് അയനോസ്ഫിയർ നോക്കാം. Ionosphere is located in the altitude range between 90 to 400 kilometers, thus coinciding with the lowest portions of the thermosphere and heterosphere. Ionosphere is an electrically charged layer. Here, molecules of nitrogen and atoms of oxygen absorb high energy short-wave solar energy, readily ionized. Each affected molecule or atom loses one or more electrons, becomes positively charged ions, and the electrons are set free to travel as electric currents. അപ്പോൾ നമ്മൾ നേരത്തെ തെർമോസ്ഫിയർ പഠിച്ചപ്പോൾ പറഞ്ഞു, എന്താണ്, തെർമോസ്ഫിയറിൽ കാണുന്ന ഒരു ലെയർ തന്നെയാണ് അയനോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ തെർമോസ്ഫിയറിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് റേഞ്ച് എന്ന് പറയുന്നത് എത്രയാണ്, 90 to 1000 ആണ്. അതിൽ ഈ 90 to ആദ്യത്തെ 90 തൊട്ട് 400 കിലോമീറ്റേഴ്സ് വരെയുള്ള ഒരു പോർഷനെയാണ് നമ്മൾ എന്താണ് അയനോസ്ഫിയർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ തെർമോസ്ഫിയറിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് റേഞ്ച് എന്ന് പറയുന്നത് 90 to 1000 കിലോമീറ്റേഴ്സ് ആണ്. അപ്പോൾ അതിൽ തെർമോസ്ഫിയറിൻ്റെ ഫസ്റ്റ് പോർഷൻ, അതായത് 90 to 400 കിലോമീറ്റേഴ്സിന് നമ്മൾ അയനോസ്ഫിയർ എന്നാണ് പറയുന്നത്. അതാ പറയുന്നത് ദിസ് കോയിൻസൈഡിങ് വിത്ത് ദ ലോവസ്റ്റ് പോർഷൻ ഓഫ് ദ തെർമോസ്ഫിയർ ആൻഡ് ഹെട്രോസ്ഫിയർ. ലോവസ്റ്റ് പോർഷൻ ഓഫ് ദ തെർമോസ്ഫിയർ ആൻഡ് ഹെട്രോസ്ഫിയർ. ഹെട്രോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ്, നമ്മളിപ്പോൾ നമ്മുടെ ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന വേരിയേഷൻ കൊണ്ട് നമ്മുടെ അറ്റ്മോസ്ഫിയർ ലെയേഴ്സിനെയാണ് നമ്മൾ പറയുന്നത്. 5 ലെയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു, അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഇതിൻ്റെ കോമ്പോസിഷൻ അനുസരിച്ച് അറ്റ്മോസ്ഫിയറിനെ വീണ്ടും നമ്മൾ 2 ലെയേഴ്സായിട്ട് തിരിച്ചിട്ടുണ്ട്. അതാണ് ഹോമോസ്ഫിയറും ഹെട്രോസ്ഫിയറും. അത് അടുത്ത സ്ലൈഡിൽ നമുക്ക് നോക്കാം. So, ionosphere is located in the altitude range between 90 to 400 kilometers, thus coinciding with the lowest portions of the thermosphere and heterosphere. Then it is a electrically charged layer. ഇതൊരു ഇലക്ട്രിക്കലി ചാർജ്ഡ് ലെയർ ആണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇവിടെ നൈട്രജൻ മോളിക്യൂൾ ഉണ്ട്, അതുപോലെ തന്നെ ഓക്സിജൻ ആറ്റവും ഉണ്ട് അല്ലേ. അപ്പം ഈ മോളിക്യൂൾസ് അല്ലെങ്കിൽ ഈ മോളിക്യൂൾസും ആറ്റംസ് എല്ലാം സണ്ണിൽ നിന്ന് വരുന്ന എനർജീനെ എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്തിട്ട് അത് അയണൈസ് ആയിട്ട് എന്തായിട്ട് മാറുന്നു, ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്തിട്ട് പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആയിട്ട് മാറുന്നു. അപ്പം അങ്ങനെ റിലീസാവുന്ന ഇലക്ട്രോൺസ് എന്താണ്, ഇലക്ട്രിക് കറൻസ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഇലക്ട്രിക്കലി ചാർജ്ഡ് ലെയർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ നൈട്രജൻ മോളിക്യൂൾ അതുപോലെ ഓക്സിജൻ ആറ്റംസ് എല്ലാം സണ്ണിലുള്ള എന്താണ് എനർജീനെ അബ്സോർബ് ചെയ്ത് എന്താണ് ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്ത് പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആയിട്ട് മാറുന്നു. ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, ദേ ട്രാവലേഴ്സ് ഇലക്ട്രിക് കറൻസ്. Then this ionosphere consists of 3 layers from bottom to top. They are D layer, E layer and F layers. Here in D and E layer, the concentration of charged particles changes from day to night because the production of ions
requires direct solar radiation. That is, these layers weaken and disappear at night and reappear during the day. The uppermost layer, F layer, is present both day and night. അതായത് ഇവിടെ പറയുന്നത് എന്താണ്, 3 ലെയേഴ്സ്, അതായത് ഈ അയനോസ്ഫിയറിൽ തന്നെ 3 ലെയേഴ്സ് കാണുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ സാധാരണ കേരള PSCക്കൊക്കെ നോക്കുമ്പോൾ ഈ ലെയേഴ്സിനെ കുറിച്ച് പറയുന്നില്ല. അപ്പോൾ നമ്മുടെ UGC നെറ്റ് എക്സാമിനൊക്കെ ഈ ലെയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അപ്പോൾ അയനോസ്ഫിയറിൽ കാണുന്ന 3 ലെയേഴ്സാണ് എന്താണ്, D, E ആൻഡ് F ലെയേഴ്സ്. D ലെയർ, E ലെയർ ആൻഡ് F ലെയർ. ഇത് നമ്മൾ ബോട്ടത്തിൽ നിന്ന് ടോപ്പിലോട്ട് പോകുമ്പോഴത്തേക്കാണ് ഈ ലെയേഴ്സ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ലെയർ എന്ന് പറയുന്നത് D ലെയർ, നെക്സ്റ്റ് E ലെയർ, ദെൻ F ലെയർ. ഇതിൽ എന്താണ് ആദ്യത്തെ ലെയേഴ്സ്, അതായത് ഡിയും E ലെയർ എന്ന് പറയുന്നത് എന്താണ്, ചാർജ്ഡ് പാർട്ടിക്കിൾസിൻ്റെ കോൺസെൻട്രേഷൻ ഇവിടെ ചേഞ്ച് ആവും. അതായത് ഡേയിൽ ഈ ലെയേഴ്സ് കാണില്ല എന്നാണ് പറയുന്നത്. ഡേ ടൈം ആകുമ്പോഴത്തേക്കും ഈ D, E ലെയറും അയനോസ്ഫിയറിൽ 3 ലെയേഴ്സ് പറയുന്നുണ്ട്. അതായത് ബോട്ടത്തിൽ നിന്ന് ടോപ്പിലോട്ട് പോകുമ്പം അയനോസ്ഫിയറിൽ 3 ലെയേഴ്സ് ഉണ്ട്. ഈ 3 ലെയേഴ്സും എന്താണ്, അയോൺസ് ഡെൻസിറ്റി ഓഫ് അയോൺസിൽ ഡിഫറെൻ്റ് ആണ്. അതായത് അയോൺസിൻ്റെ ഡെൻസിറ്റിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള 3 ലെയേഴ്സാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ ലെയേഴ്സ്? D ലെയർ, E ലെയർ ആൻഡ് F ലെയർ. ഓക്കെ ആണല്ലോ. അപ്പം D ആൻഡ് E ലെയർ. അപ്പോൾ D ലെയറിനെയും E ലെയറിനെയും കുറിച്ച് പറയുമ്പോഴത്തേക്കും എന്താണ്, കോൺസെൻട്രേഷൻ ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ചേഞ്ചസ് ഫ്രം ഡേ ടു നൈറ്റ്. എന്തുകൊണ്ടാണ്, ഡേ ടൈമിലാകുമ്പോഴത്തേക്കും ഈ 2 ലെയറും നമുക്ക് കാണാൻ പറ്റും. അതേസമയം നൈറ്റ് ആകുമ്പോൾ ഇത് ഡിസപ്പിയർ ചെയ്യും. കാരണം എന്താണ്, അയോൺ പ്രൊഡക്ഷൻ ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് വേണം അല്ലേ. അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് വേണം. അപ്പോൾ ഈ ഒരു D ആൻഡ് E ലെയറിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഡേ ടൈമിൽ അത് കാണുന്നു, എന്നാൽ നൈറ്റ് ടൈമിൽ ഇത് ഡിസപ്പിയർ ആവുന്നു. ദെൻ uppermost layer, F layer, is present both day and night. അതേസമയം F layer എന്ന് പറയുന്നതാണ് uppermost layer. അത് ഡേ ടൈമിലും കാണും, നൈറ്റ് ടൈമിലും കാണുന്നുണ്ട്. Then reflections of long wave radio waves takes place in E layer of ionosphere, also called as Kennelly Heaviside layer. ദെൻ എന്താണ്, ഈ റേഡിയോ വേവ്സിൻ്റെ റിഫ്ലക്ഷനൊക്കെ നടക്കുന്നത് അയനോസ്ഫിയറിലാണെന്ന് നമുക്കറിയാം. അയനോസ്ഫിയറിൻ്റെ ഏത് ലെയറാണെന്ന് ചോദിച്ചാൽ E ലെയർ. അപ്പം റേഡിയോ വേവ് റിഫ്ലക്ഷനൊക്കെ നടക്കുന്നത് അയനോസ്ഫിയറിൻ്റെ E ലെയറാണ്. ദെൻ ഈ അയനോസ്ഫിയറിൻ്റെ E ലെയർ എന്ന് പറയുന്ന മറ്റൊരു പേരാണ് കെന്നലി ഹെവിസൈഡ് ലെയർ. എന്താണ് കെന്നലി ഹെവിസൈഡ് ലെയർ? Then this ionosphere is responsible for aurora borealis or northern light and aurora australis or southern light. ഈ അറോറ ബോറിയാലിസ്, അറോറ ഓസ്ട്രേലിയസ് എന്ന് പറയുന്നത് 2 എന്താണ് നാച്ചുറൽ ഫിനോമിനയാണ്. നാച്ചുറൽ ലൈറ്റ് ഡിസ്പ്ലേ എന്നാണ് പറയുന്നത്. നാച്ചുറൽ ലൈറ്റ് ഉണ്ടാക്കുന്ന 2 ഫിനോമിനൻസാണ് ഈ അറോറ ബോറിയാലിസും അറോറ ഓസ്ട്രേലിയസ് എന്ന് പറയുന്നത്. അപ്പം ഈ 2 ഫിനോമിനൻസും ഉണ്ടാകുന്ന ലെയർ ഏതാണെന്ന് ചോദിച്ചാൽ അയനോസ്ഫിയറാണ്. തെർമോസ്ഫിയറിൽ കാണപ്പെടുന്ന അയനോസ്ഫിയറിലാണ് ഈ അറോറ ബോറിയാലിസും അറോറ ഓസ്ട്രേലിയസും നടക്കുന്നത്. ഇപ്പോൾ ഒന്നുകൂടെ പറയാം. അപ്പോൾ ഈ അയനോസ്ഫിയർ എന്ന ലെയർ തെർമോസ്ഫിയറിലാണ് കാണുന്നത്. അതായത് എന്താണ്, ലോവസ്റ്റ് പോർഷൻ ഓഫ് തെർമോസ്ഫിയറിൽ ഓൾട്ടിറ്റ്യൂഡ് റേഞ്ച് എന്ന് പറയുന്നത് 90 to 400 കിലോമീറ്റർ ആണ്. ദെൻ ഇതൊരു ഇലക്ട്രിക്കലി ചാർജ്ഡ് ലെയർ ആണ്. നൈട്രജൻ മോളിക്യൂൾ അല്ലെങ്കിൽ ഓക്സിജൻ ആറ്റംസ് UV ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നു, അത് ഇലക്ട്രോൺസ് ലൂസ് ചെയ്തിട്ട് പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഈ ഇലക്ട്രോൺസ് ആ ട്രാവലേഴ്സ് ഇലക്ട്രിക് കറൻസ്. പിന്നെ എന്താണ് പറയുന്നത്, അയോൺ ഡെൻസിറ്റി വേരി ആയിട്ടുള്ള 3 ലെയേഴ്സ് നമുക്കിവിടെ കാണുന്നുണ്ട്. ഈ 3 ലെയേഴ്സും അയോൺസിൻ്റെ ഡെൻസിറ്റി എന്താണ്, വ്യത്യാസമാണ്. ഈ ലെയേഴ്സാണ് D ലെയർ, E ലെയർ ആൻഡ് F ലെയർ. പിന്നെ ഫസ്റ്റ് D ലെയറും E ലെയറിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഹിയർ കോൺസെൻട്രേഷൻ ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ചേഞ്ചസ് ഫ്രം ഡേ ടു നൈറ്റ്. അതായത് ഡേ ടൈം ആകുമ്പോൾ നമുക്ക് ഈ D ആൻഡ് E ലെയർ കാണാൻ സാധിക്കും. കാരണം എന്താണ്, അയോൺ പ്രൊഡക്ഷൻ ഉണ്ടാകണമെങ്കിൽ സൺലൈറ്റ് ആവശ്യമാണ്. അതേസമയം നൈറ്റ് ആകുമ്പോഴത്തേക്കും ഈ ലെയേഴ്സ് ഡിസപ്പിയർ ആവും. അതേസമയം നമ്മുടെ F ലെയർ, അപ്പർമോസ്റ്റ് ലെയർ ആണെങ്കിൽ ഡേ ലൈറ്റിലും കാണും, നൈറ്റിലും കാണുന്നു. ദെൻ റേഡിയോ വേവ് റിഫ്ലക്ഷൻ നടക്കുന്നത് ഏതാണ്, അയനോസ്ഫിയറിൻ്റെ E ലെയറിലാണ്. അയനോസ്ഫിയറിൻ്റെ E ലെയറിനെയാണ് നമ്മൾ കെന്നലി ഹെവിസൈഡ് ലെയർ എന്നും പറയുന്നു. ദെൻ അറോറ ബോറിയാലിസ്, അറോറ ഓസ്ട്രേലിയസ് ഒക്കെ ഫിനോമിനൻ നടക്കുന്നതും ഏതിലാണ്, അയനോസ്ഫിയറിലാണ്. Next, exosphere. Exosphere is the uppermost layer of atmosphere. It is a boundary between Earth's atmosphere and interplanetary space. Temperature ranges from 1200 to 1650 degrees Celsius. It contains least amount of gases like oxygen, argon, helium, etc. because the particles of the gases escape to space due to minimum presence of gravity. Next, atmosphere ലാസ്റ്റ് ലെയറാണ് എക്സോസ്ഫിയർ. അതായത് അപ്പർമോസ്റ്റ് ലെയറാണ്, 5th ലെയറാണ്. അപ്പോൾ അറ്റ്മോസ്ഫിയറിൻ്റെ 5th ലെയർ ആൻഡ് അപ്പർമോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് എക്സോസ്ഫിയർ ആണ്. ഇറ്റ് ഈസ് എർത്ത് അറ്റ്മോസ്ഫിയറിൻ്റെ ഇൻ്റർപ്ലാനറ്ററി സ്പേസിൻ്റെ ഒരു ബൗണ്ടറിയാണ് ഈ
എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. ഇത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ്? 1200 തൊട്ട് 1650 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ദെൻ ഇവിടെ കാണുന്ന ഗ്യാസസ് എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ട് എമൗണ്ട്സിലായിരിക്കും. ഓക്സിജൻ, ആർഗൺ, ഹീലിയം ഒക്കെ. എന്നിട്ട് ഈ ഗ്യാസസ് എന്ത് ചെയ്യും? ദ എസ്കേപ്പ് ടു സ്പേസ് അല്ലേ. അത് ഇവിടെ നിൽക്കില്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു അറ്റ്മോസ്ഫിയറിൽ ഈ ഗ്യാസസിനെ പിടിച്ചു നിർത്തുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അപ്പോൾ ഇവിടെ മിനിമം ഗ്രാവിറ്റിയാണുള്ളത്. സോ ദീസ് ഗ്യാസസ് എസ്കേപ്പ് ടു സ്പേസ്. സോ എക്സോസ്ഫിയർ അറ്റ്മോസ്ഫിയറിൻ്റെ അപ്പർ മോസ്റ്റ് ലെയറാണ്. 5th ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ ആണ്. പിന്നെ ബൗണ്ടറി ബിറ്റ്വീൻ എർത്ത് അറ്റ്മോസ്ഫിയർ ആൻഡ് ഇന്റർപ്ലാനറ്ററി സ്പേസ്. ടെമ്പറേച്ചർ 1200 to 1650 ഡിഗ്രി സെൽഷ്യസ്. പിന്നെ ഇവിടെ കാണുന്ന ഗ്യാസസ് എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ട് ക്വാണ്ടിറ്റീസ് ആണ്. ഓക്സിജൻ, ആർഗൺ, ഹീലിയം. ആൻഡ് ദ എസ്കേപ്പ് ടു സ്പേസ് ഡ്യൂ ടു മിനിമം പ്രസൻസ് ഓഫ് ഗ്രാവിറ്റി. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് സ്ട്രക്ചറിൽ നമ്മൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനായിട്ട് പറഞ്ഞത് ബേസ്ഡ് ഓൺ വേരിയേഷൻ ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ ആ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് അറ്റ്മോസ്ഫിയറിനെ നമ്മൾ എത്ര ലെയേഴ്സായിട്ട് തിരിച്ചു? 5ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ടോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. അങ്ങനെ നമ്മൾ 5ആയിട്ട് തിരിച്ചു. ഇനി അത് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ കോമ്പോസിഷൻ. അപ്പം കോമ്പോസിഷൻ്റെ ബേസിസിൽ നമ്മൾ അറ്റ്മോസ്ഫിയറിനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതാണ് ഹോമോസ്ഫിയർ ആൻഡ് ഹെട്രോസ്ഫിയർ. എന്തൊക്കെയാണ്? ഹോമോസ്ഫിയർ ആൻഡ് ഹെട്രോസ്ഫിയർ. അപ്പോൾ ഫസ്റ്റ് ഹോമോസ്ഫിയർ നോക്കാം. From Earth's surface to an altitude of about 80 kilometers, the makeup of the air is uniform in terms of the proportions of its component gases. So, the lower uniform layer is known as homosphere. The upper limit of homosphere is known as turbopass. അതായത് ഹോമോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ബേസ്ഡ് ഓൺ കോമ്പോസിഷൻ അനുസരിച്ച് നമ്മൾ അറ്റ്മോസ്ഫിയറിനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഹോമോസ്ഫിയർ ആൻഡ് ഹെട്രോസ്ഫിയർ. അപ്പോൾ ഹോമോസ്ഫിയർ എന്ന് പറയുന്നത് എർത്ത് സർഫസിൽ നിന്ന് നമ്മളൊരു 80 കിലോമീറ്റർ ഹൈറ്റ് വരെ നോക്കുമ്പോൾ എയർ എന്ന് പറയുന്നതായിരിക്കും യൂണിഫോം ആയിരിക്കും ഇൻ ടേംസ് ഓഫ് പ്രൊപ്പോർഷൻ ഓഫ് ഹിസ് കമ്പോണൻറ്റ് ഗ്യാസസ്. അതിൻ്റെ കമ്പോണൻറ്റ് ഗ്യാസസ് എല്ലാം കൊണ്ട് ആ ഒരു എയർ എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കും. അപ്പം അങ്ങനെ താഴെ കാണപ്പെടുന്ന ആ ഒരു യൂണിഫോം ലെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹോമോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പം ദ അപ്പർ ലിമിറ്റ് ഓഫ് ഹോമോസ്ഫിയർ ഈസ് നോൺ ആസ് ടർബോപാസ്. ആ ഹോമോസ്ഫിയറിനെ അല്ലെങ്കിൽ ഹോമോസ്ഫിയറിൻ്റെ മുകളിലാണ് എന്ത് കാണുന്നത്? ഹെട്രോസ്ഫിയർ കാണുന്നത്. അപ്പോൾ ഹോമോസ്ഫിയറിനെയും ഹെട്രോസ്ഫിയറിനെയും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ഒരു ലെയറിനെയാണ് നമ്മൾ ടർബോപാസ് എന്ന് പറയുന്നത്. അപ്പം എർത്ത് സർഫസിൽ നിന്ന് ഒരു 80 കിലോമീറ്റർ ഓൾട്ടിറ്റ്യൂഡ് വരെ എയർ എന്ന് പറയുന്ന യൂണിഫോം ആയിരിക്കും. ഈ ലോവർ യൂണിഫോം ലെയറിനെയാണ് നമ്മൾ ഹോമോസ്ഫിയർ എന്ന് പറയുന്നത്. ഹോമോസ്ഫിയറിനെ അടുത്ത ലെയറായ ഹെട്രോസ്ഫിയറിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ലെയർ അല്ലെങ്കിൽ അപ്പർ ലിമിറ്റ് ഓഫ് ഹോമോസ്ഫിയറിനെയാണ് നമ്മൾ ടർബോപാസ് എന്ന് പറയുന്നത്. Next, heterosphere. The very thin atmosphere above 80 km is not uniform because it has a heterogeneous composition, hence called heterosphere. Here the gases are arranged into 4 roughly spherical shells, each with a distinct composition. Lowermost layer is dominated by molecular nitrogen, next layer of atomic oxygen, followed by layer of helium atoms, and finally a region consisting of hydrogen atoms. അപ്പോൾ നമ്മൾ പറഞ്ഞു എത്രയാണ്? എർത്ത് സർഫസിൽ നിന്ന് 80 കിലോമീറ്റർ വരെ ഹോമോസ്ഫിയർ ആണ്. ആ 80 കിലോമീറ്റർ കഴിഞ്ഞിട്ട് വെരി തിൻ അറ്റ്മോസ്ഫിയർ ആണ്. അറ്റ്മോസ്ഫിയർ വളരെ തിന്നായിരിക്കും. നമ്മൾ പറഞ്ഞു അല്ലേ, അറ്റ്മോസ്ഫിയറിക് മാസസ് എല്ലാം മുകളിലോട്ട് പോകുന്നതോറും ഒരുപാട് കുറവാണ്. അപ്പം നോട്ട് യൂണിഫോം. അവിടെ യൂണിഫോം ലെയർ അല്ല, എയർ എന്ന് പറയുന്ന യൂണിഫോം അല്ല. അതുപോലെ അതിൻ്റെ എയറിൻ്റെ കോമ്പോണൻറ്റ് ഗ്യാസസ് എന്ന് പറയുന്നത് ഹെട്രോജീനസ് ആണ് അല്ലേ. അപ്പോൾ ഒരുപോലെ അല്ല. അപ്പോൾ ആ ഒരു ലെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 80 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള മുകളിലോട്ട് പോകുന്ന ആ ലെയറിനെയാണ് നമ്മൾ ഹെട്രോസ്ഫിയർ എന്ന് പറയുന്നത്. ഇവിടെ ഷെൽസ്, ഇവിടെ ഗ്യാസസിനെല്ലാം ഷെൽസായിട്ട്, സ്പെറിക്കൽ ഷെൽസായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓരോന്നിനും ഓരോ കോമ്പോസിഷനാണ്. അപ്പം പറയുന്നത് ലോവസ്റ്റ് ലെയർ, ആദ്യത്തെ ലെയർ എന്ന് പറയുന്നത് മോളിക്കുലർ നൈട്രജൻ ആണ് അല്ലേ. ആദ്യത്തെ ലെയർ എന്ന് പറയുന്നത് മോളിക്കുലർ നൈട്രജൻ, അടുത്ത ലെയർ എന്ന് പറയുന്നത് അറ്റോമിക് ഓക്സിജൻ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹീലിയം ആറ്റംസ് ആണ്. അത് കഴിഞ്ഞിട്ട് ഹൈഡ്രജൻ ആറ്റംസ്. അങ്ങനെയാണ് ഇവിടെ ലെയർ കാണപ്പെടുന്നത്. ഓരോന്ന് ഡിസ്റ്റിൻറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് ലെയർ കാണപ്പെടുന്നത്. ഓരോ ഷെൽസ് ആയിട്ടാണ് ലെയർ കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ഹെട്രോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഹോമോസ്ഫിയറിൽ എയർ എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കും. ഹെട്രോസ്ഫിയർ എന്ന് പറയുന്നത് യൂണിഫോം അല്ല. ഇവിടെ ഓരോ കമ്പോണൻസും ഓരോ ഷെൽസ് ആയിട്ടാണ് കാണുന്നത്. അതിൽ ഫസ്റ്റ് കാണുന്നത് മോളിക്കുലർ നൈട്രജൻ, നെക്സ്റ്റ് അറ്റോമിക് ഓക്സിജൻ, ദെൻ ഹീലിയം ആറ്റംസ് ആൻഡ് ദെൻ ഹൈഡ്രജൻ ആറ്റംസ്. അപ്പോൾ ഇതിനെയാണ് ഹെട്രോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ബേസ്ഡ് ഓൺ കോമ്പോസിഷൻ. Atmosphere is divided into 2 layers, homosphere and heterosphere. ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വേഗം കാണാം. താങ്ക് യു.